കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ദേശീയതലത്തിൽ പണിമുടക്ക്. ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ അടിയന്തര സേവനങ്ങൾ ഒഴിച്ചുള്ളവ തടസ്സപ്പെട്ടു. ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരവാദികളായവരെ അതിവേഗം ശിക്ഷിക്കണം, ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നീ ആവശ്യങ്ങളുമായാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ രാജ്യവ്യാപക പണിമുടക്ക്. കൊൽക്കത്തയിൽ കഴിഞ്ഞ 3 ദിവസമായി പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ജമ്മു കശ്മീർ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാർ ഇന്നു മുതൽ സമരരംഗത്തിറങ്ങി. ഡൽഹിയിൽ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ തടസ്സപ്പെട്ടു. ഒരു പേടിയില്ലാതെ വുമൺസ് എന്ന് മാത്രമല്ല, ഈവൻ ആണുങ്ങൾക്ക് നേരെയാണെങ്കിൽ അറ്റാക്ക് ഉണ്ട്. ഈവൻ കേരളത്തിലും ഒരു പെൺകുട്ടിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അതേപോലെ ഒരു അറ്റാക്ക് കൂടെ ഇനി ഇല്ലാതിരിക്കാൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫെയിലിയറിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമരം. നാഷണൽ വൈഡ് ആയിട്ട് അനിശ്ചിതകാലമായിട്ട് പോകാനാണ് തീരുമാനം. ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ താല്പര്യം. അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കപ്പെടുന്നുവെന്നും മരിച്ച വിദ്യാർത്ഥി സ്വന്തം മകളെ പോലെയെന്നും സന്ദീപ് ഘോഷ്. കേസിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ 4 റെസിഡന്റ് ഡോക്ടർമാരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കുറ്റകൃത്യം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജിന്റെ 4ാം നിലയിലുണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ കണ്ട 4 പേരെയാണ് ചോദ്യം ചെയ്യുക. കേസിൽ റിമാൻഡിലുള്ള പ്രതി സഞ്ജയ് റോയിയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. 24 ഡൽഹി.